അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ പറ്റി പഠിക്കാത്ത ഏതെങ്കിലും പോലീസ് ഓഫീസർമാരുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തികളെ സ്വർഗത്തിൽ ജീവിക്കുന്നവരായി ജീവിക്കേണ്ടി വരും. പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ നാണം കടേണ്ടി വരും. ഞങ്ങളൊരു വിഷയത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ കൃത്യമായ അതിന്റെ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച് അത് എത്രത്തോളം ആഴമുണ്ട്, അതിനെത്രത്തോളം നീളമുണ്ട്, അതിനെത്രത്തോളം വീതിയുണ്ടെന്ന് പഠിച്ച് ഇത് അവസാനം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കൃത്യമായി ഞങ്ങൾ പഠിച്ചതിന് ശേഷമേ ഒരു കാര്യം ജനങ്ങളുടെ മുന്നിൽ പറയുകയുള്ളൂ. ഇതിവിടുത്തെ ഒരു പക്ഷേ കുറ്റ്യാടിയിലല്ലാത്ത പോലീസുകാർക്ക് അറിയാമായിരിക്കും. നാദാപുരത്തെ എന്റെ സുഹൃത്തുക്കളായ പോലീസുകാരുണ്ട്, ഇവർക്കൊക്കെ അറിയാം. ഞങ്ങള് സ്ഥിരമായി പല വിഷയങ്ങളിലും സമീപക്കാരുണ്ട്. ഞങ്ങൾ കൊടുക്കുന്നത് ഒരു ശരിയാണെന്ന് അവർ പറയാറുമുണ്ട്. പക്ഷേ കുറ്റ്യാടിയിലെ ചില പോലീസുകാർക്ക് STPയെ ഭീഷണിപ്പെടുത്തി ഇതിൽ നിന്ന് പിൻവലിക്കണം, ഇനിയല്ലെങ്കിൽ ഇതിൽ പിന്മാറണം. നിങ്ങള് ദിവാസ്വപ്നം കാണുകയാണ്, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോ ഇവിടെ വേണ്ടത് ഒരു മത്സര ബുദ്ധിയാണ് ഈ കേസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഇവിടുത്തെ പോലീസുകാര് മേലുദ്യോഗസ്ഥരായ DYSPയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായ അന്വേഷണം നടക്കണം. ഇതിന്റെ കൃത്യമായ പ്രതികളെ പുറത്തു കൊണ്ടുവരണം. അതില് നിങ്ങളൊരു മടിയും കാണിക്കേണ്ടതില്ല, അതിൽ രാഷ്ട്രീയം നോക്കേണ്ടതില്ല. നമ്മൾ കണ്ടു നമ്മുടെ നാട്ടിലെ MP ഉണ്ട് ഷാഫി പറമ്പില്, കൃത്യമായി ഒരു വിദ്യാർത്ഥി കൂട്ടായി കച്ചവടം വെച്ചാൽ പോലും അവിടെ വന്ന് ലൈവിടുന്ന MP നമ്മൾ കുറ്റ്യാടി വിഷയത്തിൽ കണ്ടില്ല. ആരെയാണ് ഭയപ്പെടുന്നത്? മനസ്സിലാവേണ്ടതുണ്ട്.